പറ്റി പറയാനൊന്നുമില്ല. എന്റെ പേര് അൻസർ എന്നാണ്. അൻസർ. ഓക്കെ. ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയൊരു സാധനം നിങ്ങളെ കാണിച്ചു തരണം. അപ്പോൾ നമുക്ക് എന്താന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്. ഓക്കെ, വീണ്ടും വേറൊരു ബോക്സ്. ഇതാണ് അപ്പൊ നമ്മുടെ സാധനം. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. LED മ്യൂസിക് ബൾബ്, ഇതാണ് അതിന്റെ പേര്. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ കണ്ടിട്ട് അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിന് ഒരു റിമോട്ട് ഉണ്ട്, ബ്ലൂടൂത്ത് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ബൾബ്. അപ്പൊ നമുക്ക് ഈ ബൾബ് ഒന്ന് കത്തിച്ചു നോക്കാം. 1 2 3. ഈ ബൾബിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ലൈറ്റ് മാത്രമല്ല, ഇതിന്റെ കൂടെ തന്നെ ഒരു സ്പീക്കറും ഉണ്ട്. സ്പീക്കറിന്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് പ്ലേസ് ചെയ്തിട്ട് ഇതിന്റെ ലൈറ്റിന്റെ, ഈ വൈറ്റ് ലൈറ്റിന്റെ പവർ എത്രയുണ്ടെന്ന് നോക്കാം. അതുകൊണ്ട് ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാട്ടോ. സ്വിച്ച് എന്നെ കാണുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കുക എങ്ങനെയുണ്ട്, നല്ലൊരു പ്രൊഡക്റ്റ് ആണോ എന്ന് നോക്കുക. ഇതാണ് അതിന്റെ വൈറ്റ് ലൈറ്റ്. ഇനി നമുക്ക് ഇതിന്റെ ബ്ലൂടൂത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിനാദ്യം വേണ്ടത് നമ്മുടെ ഫോൺ എടുക്കുക. ഫോണിൽ നേരെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യാം. ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. BTA002 ഇതാണ് ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. യെസ്, കണക്ട് ആയി. അപ്പൊ ഇനി നമുക്കൊരു പാട്ടൊക്കെ വെച്ച് നോക്കാം. എങ്ങനെയുണ്ട് അതിന്റെ വോളിയം, സ്പീക്കറിന്റെ വോളിയം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അമ്മ ആരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാട്ട് വെച്ച് നോക്കാം. ഓ, പാട്ട് വെച്ച് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ആരെങ്കിലും കിട്ടാണെങ്കിൽ. നിങ്ങൾ നോക്കിക്കോട്ടെ. അപ്പോ വോയിസ് ഒക്കെ അടിപൊളിയാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ റിമോട്ട് വെച്ചിട്ട് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യുക, അങ്ങനെ കുറെ സെറ്റിങ്സ് ഇവർ തന്നിട്ടുണ്ട്. ഇതാണ് റിമോട്ട്, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ റിമോട്ടിൽ നമുക്ക് ഇനി സെറ്റിങ്സ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിന്റെ അടിയിൽ ചെറിയൊരു സ്ലിപ്പ് ഇത് കൊടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ്. എന്താ വെച്ചാൽ ബാറ്ററി ഇത് കണക്ട് ചെയ്തുകൊണ്ട് എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് നൈസായിട്ട് ഇതിൽ നിന്ന് ഊരെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ നോക്കാം. യെസ്. അപ്പോൾ ഈ കളറ് നിങ്ങൾക്ക് കാണണമെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് കാണാൻ പറ്റും തോന്നുന്നു. പക്ഷെ എന്നെ കാണാൻ പറ്റും തോന്നുന്നില്ല. യെസ്, റെഡ് ലൈറ്റ്. ടിങ് ടിങ്. ഇനി പച്ച വട്ടെ. യെസ്, പച്ച. അടിപൊളിയല്ലേ? നെക്സ്റ്റ് ബ്ലൂ. ബ്ലൂം. നെക്സ്റ്റ് ഓറഞ്ച് ആണോ വേറെ ഏത് കളറാണോ എന്നും മനസ്സിലാവുന്നില്ല. നെക്കി നോക്കിയിട്ട് ഏത് കളറാണോ. യെസ്, ഇറ്റ്സ് യെല്ലോ. നെക്സ്റ്റ് വീണ്ടും ബ്ലൂ. മറ്റേ ബ്ലൂ കുറച്ചുകൂടി ഡാർക്ക് ആട്ടോ, ഇത് സ്കൈ ബ്ലൂ ആ. നെക്സ്റ്റ് വയലറ്റ്.
ഓറഞ്ച് അല്ലേ? ഓറഞ്ച് അല്ലേ? ഓറഞ്ചാ അല്ല, മഞ്ഞ ഒരു നമ്മുടെ എന്താ പറയാ, തത്തപ്പച്ച എന്നൊക്കെ പറയും, മറ്റേ സ്കെച്ച് പെന്നിലൊക്കെ ഇല്ലേ, ആ പച്ച. നെക്സ്റ്റ് കുറച്ചുകൂടി പച്ച തന്നെ, അല്ല പച്ചയല്ല കേട്ടോ, ബ്ലൂ ആണ്, കുറച്ചുകൂടി ബ്ലൂ, കൂടിയ ബ്ലൂ. ഇനി ഏതാ? വയലറ്റ് തന്നെ, കുറച്ചുകൂടി കൂടിയ വയലറ്റ്. പിങ്ക് ആണ് തോന്നുന്നത്. ഇത് അടിപൊളി കേട്ടോ, കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള ബ്ലൂ ആണ്. നെക്സ്റ്റ് പച്ചയും കുറച്ചും കൂടി കൂടിയ ടൈപ്പ് പച്ച. ഇതിന്റെ ഒപ്പം നമുക്ക് വേറെ എന്തൊക്കെയോ ചെയ്യാം. ഇത് ഇതിലേക്ക് പാട്ട് മാറ്റാം, നമുക്ക് അങ്ങനത്തെ കുറെ സെറ്റിങ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഇതിൽ മാത്രമായിട്ട് നമുക്ക് പാട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് പാട്ട് മാറ്റാം. പിന്നെ ഇതിന്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷേ ബ്രൈറ്റ്നസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് ബ്രൈറ്റ്നസ് കൂടുന്നുണ്ടോ, അതും തോന്നുന്നില്ല. നേരെ വൈറ്റ് ആക്കാം. വൈറ്റ് ആക്കി, വൈറ്റ് ആക്കിയാൽ മാത്രമേ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റത്തുള്ളൂ. ഇതിങ്ങനെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വീണ്ടും നിൽക്കുമ്പോ സ്ലൈറ്റ് ആയിട്ട് അത്യാവശ്യം നല്ല വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യാനാണെങ്കിൽ ഈ ലൈറ്റ് കൊള്ളാം എന്ന് തോന്നുന്നു. നിങ്ങൾ തീരുമാനിക്കുക ഈ ലൈറ്റ് നല്ലതാണോ പൊട്ടയാണോ. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഫെയ്ഡ് വരുന്നുണ്ട്. ഇതാണ് ഫെയ്ഡ് ലൈറ്റ്. ഫെയ്ഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കളർ മാറി വരുന്നതാണോ? യെസ്, ഓരോ കളറുകൾ മാറി മാറി വരുന്നതിനാണ് ഒരു ഫെയ്ഡ് ആയിട്ട് സ്വിച്ച് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് സ്വിച്ച് നമുക്ക് വീണ്ടും വൈറ്റിലേക്ക് പോയിട്ട് തന്നെ നെക്സ്റ്റ് സ്വിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നെക്സ്റ്റ് ഫ്ലാഷ് ആകുമ്പോൾ മാറി മാറി സ്പീഡ് കൂടിയിട്ട് പല പല ലൈറ്റുകൾ ഇങ്ങനെ മാറി മാറി വരുന്നു. നെക്സ്റ്റ് എന്തിട്ടാണ് വീണ്ടും വൈറ്റ് ചെയ്യാം. വൈറ്റ് എടുത്ത ശേഷം സ്ട്രോബ്, അതെന്താ ഇത് ഫെയ്ഡിന്റെയും ഫ്ലാഷിന്റെയും നടുക്ക് നിൽക്കുന്ന ഒരു മോഡാണ്. അപ്പൊ ഇങ്ങനെ മാറും, പക്ഷെ അത്ര സ്പീഡും അല്ല, പക്ഷെ ഒരു മീഡിയം മോഡിൽ ഇത് നിൽക്കും. നെക്സ്റ്റ് ആണ് ഇങ്ങനെ നമ്മൾ വീണ്ടും വൈറ്റ് ആക്കിയല്ലോ. അതിനുശേഷം ലാസ്റ്റ് സ്വിച്ച് ആണ് സ്മൂത്ത്. ഇതിൽ നിന്ന് ഇങ്ങനെ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല. ആ ഗ്രേഡിയന്റ് ടോണിൽ ഇങ്ങനെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പച്ചയിൽ നിന്ന് മഞ്ഞ ഇങ്ങനെ കൂടി 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 ഓറഞ്ച്, ഇതാണ് ഓറഞ്ചിൽ നിന്ന് പിന്നെ റെഡ്, പിന്നെ അത് പിങ്ക്, വയലറ്റ്. ഇതാട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂഡ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ കൂടെ ഒക്കെ ചെറിയ നൈസൊരു പാട്ടൊക്കെ വെച്ച് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെന്താ ഇതെന്താ പരിപാടി? ഇത് നോക്കി പാട്ട് നിർത്താനും തുടങ്ങാനുള്ള ഒരു സ്വിച്ചാന്ന് തോന്നുന്നു. Where is YouTube? എന്നിട്ട് ഞാൻ യൂട്യൂബ് എടുക്കട്ടെ കേട്ടോ. യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അതെ, നമുക്ക് സ്പീക്കർ ഈ റിമോട്ട് വെച്ച് നമ്മുടെ ഫോണിൽ നിന്നുള്ള പാട്ട് നമുക്ക് ഇവിടെ പോസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫോണിൽ ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് പോസ് ആയിക്കോളും. അതുപോലെ തന്നെ പ്ലേ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്വിച്ച് നമുക്ക് ഇത് നെക്സ്റ്റ് അടുത്ത പാട്ടിലേക്ക് ഇത് മാറ്റാനും പറ്റും. കാണിച്ചു അടുത്ത പാട്ടാണ്. മിക്കവാറും ഈ വീഡിയോന്റെ എല്ലാം ആ വീഡിയോന്റെ ഓഡിയോക്ക് നൈസായിട്ട് നമുക്കൊരു ഇത് കിട്ടും, കോപ്പിറൈറ്റ്. കുഴപ്പമില്ല, ഇരിക്കട്ടെ അല്ലേ. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പൊ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരുന്നത്.